നമസ്കാരം. പാലാ സെന്റ് തോമസ് കോളേജിൽ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊന്നു. തലയോലപ്പറമ്പ് സ്വദേശി നിതിര മോളാണ് മരിച്ചത്. കോളേജിൽ പരീക്ഷയ്ക്കെത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതി അഭിഷേക് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തി. മന്ത്രി വി എൻ വാസവനും പെൺകുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന പാലായിലെ ആശുപത്രിയിലെത്തി. ക്ലാസ്മേറ്റ് ഒരു പയ്യൻ, അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഒരു പേപ്പർ കട്ടർ കൊണ്ട് അവളെ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്, അത് കണ്ടെത്താൻ ഇനി ഉണ്ട്, നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതിന് ഇൻട്രോഗേഷൻ പെൻഡിങ് ആണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം മുന്നേ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു അറിയില്ലല്ലേ, അവർ ഇൻട്രോഗേറ്റ് ചെയ്ത് മാത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ കണ്ട ആൾക്കാർ മാത്രം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷണത്തിൽ ഇത് മനസ്സിലാവും. നേരത്തെ ഇവനിങ്ങനെ വീട്ടിൽ ബന്ധപ്പെടുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം വിവാഹ അഭ്യർത്ഥനയൊക്കെ നടത്തിയിരുന്നു. അതിൽ അവർക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നീട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷം വീണ്ടും ഇങ്ങനെ പുറകെ അവൻ വൈരാഗ്യപൂർവ്വം കൂടുന്ന ഒരു സ്ഥിതിയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത്. അമ്മ വളരെ മാനസികമായി തളർന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേറ്റം ക്രൂരവും പൈശാചികവുമായൊരു നടപടിയാണ്. അവരിവനെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടിയ വിവരമനുസരിച്ച് കയ്യിൽ നിന്നൊരു ചെറിയ പേനാക്കത്തിയാണ് പേപ്പർ മുറിക്കുന്നത്. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലല്ല അവൻ വന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി എന്നുള്ള രൂപത്തിലാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്നാണ് പോലീസ് പറഞ്ഞത്. ഇവനായിട്ട് തല്ലുമൊക്കെ ചെയ്താണ്. തല്ല് കഴുത്തിന് പിടിച്ച് കുത്തി താഴെ എത്തിയപ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടെ കണ്ട് രണ്ടൊന്ന് പിള്ളേർ ഉണ്ടായിരുന്നു. ആ പിള്ളേർ അവിടെ പോകണമെന്ന് തോന്നുന്നു. അവർ ഓടി ചേട്ടാ ഓടി രക്ഷപ്പെടുത്താൻ ആ കൊച്ചിൻ്റെ കഴുത്താവും വെട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് ചോര ചീറ്റിലാണ്. അതുകൊണ്ട് എനിക്കൊന്നും പിന്നെ എനിക്കിതേ പറ്റുള്ളൂ. പ്രിൻസിപ്പാളിൻ്റെ നമ്പറാണ് ഞാൻ പെട്ടെന്ന് കിട്ടാണ്ട് എത്തി വെച്ചിരിക്കുന്നത്. അപ്പോഴേ ആ കുട്ടി വീണുപോയി അല്ലേ? ആ കുട്ടി വീണു. കോഴ്സ് കഴിഞ്ഞവരാണ് അവർ. പരീക്ഷ എഴുതാൻ ലാസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എക്സ്റ്റെൻഡ് ആയി പോയതുകൊണ്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മാത്രം വന്നവരാണ്. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞ് അവർ മടങ്ങി ഇന്നായിരുന്നു ആദ്യത്തെ പരീക്ഷ. ഇവിടെ ഇവരെക്കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതല്ല, ഇവർ വന്ന ശേഷം ഇവർ എങ്ങനെ ശാന്തപ്രകൃതക്കാരാണോ? അത്തരം വിവരങ്ങൾ നേരത്തെ പഠിച്ച സമയത്ത് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും നോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന, അതായത് ഇന്ന് എക്സാമിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു വെച്ചാൽ പെൺകുട്ടി വേറെ സ്ഥലത്തായിരുന്നു, വേറെ ബെഞ്ചിലായിരുന്നു. അപ്പോൾ ഇവൻ എക്സാം ഒന്നും പകുതി വെച്ച് അറ്റൻഡ് നിർത്തിയിട്ട് ഇറങ്ങുമായിരുന്നു. പെൺകുട്ടി അല്ല, ഈ പയ്യൻ ഇറങ്ങിപ്പോയി. കമ്പനിയാണ് എല്ലാവരും കോളേജിൽ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴാണ് അറിയുന്നത്. ശരിക്കും വഴക്കുണ്ടാവുന്നതോ അങ്ങനെ വല്ല? ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ കോളേജ് വെച്ച് ഉണ്ടായിട്ടില്ല. നല്ല സ്മാർട്ടായ പെൺകുട്ടിയായിരുന്നു. അമ്മയും മോളും അതെ. നമുക്കും ഒരു കുറ്റവും പറയാനുള്ളതില്ല. ഇങ്ങനെ ഈ സംഭവം നടന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമായിട്ട് തോന്നിയിരിക്കുന്നു. എന്തെങ്കിലും മേലായികയോ എല്ലാമൊക്കെ ആണെങ്കിൽ കുഴപ്പം. ഇനി അമ്മ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അമ്മയാണെങ്കിൽ രോഗിയാണ്. മകളെന്ന് വെച്ചെന്നാൽ അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ജീവിച്ചിരിക്കുന്നത്. ഇവർ ഇടയ്ക്ക് തയ്യലും ഈ റബ്ബറിൻ്റെ കവറൊക്കെ ഇല്ലേ, അതുപോലെ വയ്ക്കുന്നത് കൊണ്ടൊന്ന് തിരിഞ്ഞ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്താണ് ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഈ പെൺകുട്ടി ശരിക്കും അധ്വാനിക്കും. അത് രാത്രിയിലൊക്കെയാണ് ഈ സാധനങ്ങളെ കൊണ്ടുവരുന്നത്. വൈകിട്ടാണെങ്കിലും ഇത് കൊണ്ടുവരുന്നതാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. വളരെ ഡീസൻറ്റുമായിരുന്നു. വളരെ എല്ലാവർക്കും നല്ല സ്നേഹമുള്ളത്. ഈ സംഭവത്തിൽ എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, സങ്കടകരമാണ്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ധന്യ, എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ ഇൻക്വസ്റ്റ് ഏതാണ്ട് ഒരു 45 മിനിറ്റെങ്കിലും നീണ്ടു നിന്നേക്കാം. ഒരു 4 മണിയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചാൽ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അത് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദാരുണമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നാണ് ഈ അമ്മ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അമ്മ ഈ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷം അമ്മയെ തിരിച്ച് തലയോലപ്പറമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതി പറയുന്നതനുസരിച്ച് ബോധപൂർവമുള്ള ഒരു കൊലപാതകമൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇങ്ങനെ ഒരു കത്തി ഉൾപ്പെടെ കരുതി കൊണ്ടുവരിക, അതിനുശേഷം കഴുത്തിന് തന്നെ കുത്തുക, അതൊക്കെ കൃത്യമായി കൊലപാതകത്തിന് വേണ്ടിയുള്ള, അതായത് കൊല്ലാൻ ആഗ്രഹിച്ചു തന്നെ ചെയ്തതാണെന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു ഭാഷ്യം. എന്തായാലും അതിദാരുണമായ കൊലപാതകം കോളേജിലുള്ളവരെ സംബന്ധിച്ചിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും പല മരിയൻ ആശുപത്രിയിൽ വെച്ച് തന്നെ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, നന്ദി ശ്രീജിത്ത്. 3ാം വർഷ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്.
നിതിനയുടെ മൃതദേഹം പാലാ മരിയൻ ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കൽ വ്യവസായികളടക്കം പ്രമുഖരെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്നും സംശയം. മോൻസന്റെ വീട്ടിൽ 5-ലധികം യുവതികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി തട്ടിപ്പിനിരയായവർ. ചികിത്സാ മുറിയിലേക്ക് ജീവനക്കാർ അടക്കമുള്ളവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. യുവതികളെ ഉപയോഗിച്ചുള്ള ക്രോസ് മസാജിംഗ് അടക്കം മുറിയിൽ ക്രമീകരിച്ചിരുന്നതായി മുൻ ജീവനക്കാർ. ഒളിക്യാമറ റെക്കോർഡിംഗ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്കായി പണം വാങ്ങി തട്ടിപ്പിനിരയായ ചില വമ്പൻ വ്യവസായികൾ മോൻസന്റെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതിനാലാണ് പരാതിയുമായി രംഗത്ത് വരാത്തതെന്നും വിവരം. പോലീസ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധപ്പെട്ട ചില നിർണായക ദൃശ്യങ്ങളും മോൻസന്റെ പക്കലുണ്ടെന്ന് അഭ്യൂഹം. തട്ടിപ്പിൽ പങ്കുള്ളവർ എത്ര ഉന്നതരായാലും രക്ഷപ്പെടില്ലെന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത്. മോൻസന്റെ വീട് സന്ദർശിക്കുന്നത് ക്രൈമല്ല, തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതാണ് പ്രധാനം. മോൻസനെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണിപ്പോൾ അന്വേഷണം. പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തുടർ നടപടിയുണ്ടാകും. വസ്തുക്കൾ വ്യാജമാണെങ്കിൽ കൂടുതൽ കേസുകൾ എടുക്കുമെന്നും ശ്രീജിത്ത്. മോൻസണുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ തൽക്കാലം ലക്ഷ്യമിടേണ്ടെന്ന് CPM. പോലീസിനുണ്ടായ വീഴ്ചയടക്കം അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണം നല്ല നിലയിൽ പുരോഗമിക്കുന്നെന്ന് CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി. മോൻസണുമായി ബന്ധമില്ലെന്ന് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽ ദാസ്. മോൻസൺ ഒരു തവണ മുതലമടയിലെ ആശ്രമത്തിൽ വന്നിരുന്നു. ലോകപ്രശസ്ത വ്യക്തിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് വന്നത്. തന്നെക്കുറിച്ച് മോൻസൺ പറഞ്ഞതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അത്തരം ഒരു ബന്ധവും തനിക്ക് ഡൽഹിയിലില്ല. മോൻസണിൽ നിന്ന് സമ്മാനങ്ങളോ സംഭാവനകളോ സ്വീകരിച്ചിട്ടില്ലെന്നും സുനിൽ ദാസ്. മോൻസൺ മാവുങ്കലിന്റെ കൈവശമുള്ള വസ്തുക്കൾ വ്യാജം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി പുരാവസ്തു വകുപ്പും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും. മോൻസന്റെ ആഡംബര വാഹനങ്ങളും നമ്പറുകളും വ്യാജം. 8 വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രം മോൻസന്റെ പേരിൽ, 7 വ്യാജമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള പോഷെ വാഹനം മിസ്റ്റുബുഷിയുടെ സീഡിയ കാർ രൂപം മാറ്റം വരുത്തിയത്. മെഴ്സിഡസ് രൂപം മാറ്റം വരുത്തി ലിമോസിനാക്കി. ലെക്സസ് വാഹനം രൂപമാറ്റം വരുത്തി. പരിവാഹൻ വെബ്സൈറ്റിൽ ഈ വാഹനങ്ങളുടെ ഒന്നും വിവരങ്ങളില്ല. വാഹനങ്ങളുടെ ചേസസ് നമ്പറും എഞ്ചിൻ നമ്പറും പരിശോധിച്ച് വ്യക്തത വരുത്താനും തീരുമാനം. മോൻസന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ തന്റേതെന്ന് ബംഗളൂരു സ്വദേശി ത്യാഗരാജൻ ന്യൂസ് 18നോട്. വാഹനങ്ങൾക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല. 50 തവണയെങ്കിലും പണത്തിനായി കൊച്ചിയിലെത്തിയെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞതായും ത്യാഗരാജൻ. വ്യാജ പുരാവസ്തുക്കൾ ഖത്തറിലേക്ക് കടത്തി വിൽപ്പന നടത്തിയെന്ന് മോൻസൺ മാവുങ്കൽ. നാട്ടിലുള്ള ഇടനിലക്കാർ വഴിയാണ് വിൽപ്പന നടത്തിയതെന്നും ക്രൈംബ്രാഞ്ചിന് മൊഴി. വിദേശ രാജ്യങ്ങളിലെ വിൽപ്പനയിൽ അന്വേഷണം ഊർജിതം. ഖത്തറിൽ വസ്തുക്കൾ വാങ്ങിയ ഇടനിലക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടും. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിനെതിരെ നിയമ നടപടികളുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കോസ്മെറ്റോളജിസ്റ്റാണെന്ന പേരിൽ വ്യാജ ചികിത്സ നടത്തിയതിനാണ് മോൻസൺ മാവുങ്കലിനെതിരെ പരാതി നൽകുക. തന്റെ പേര് അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴച്ച പരാതിക്കാരൻ അനൂപിനെതിരെ മാനനഷ്ട കേസ് നൽകുന്ന കാര്യവും പരിഗണനയിൽ. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിന്റെ തുടക്കം സ്വന്തം നാടായ ചേർത്തലയിലെ പള്ളിപ്പുറത്തുനിന്ന്. ആദ്യ തട്ടിപ്പ് ഡ്രീം ലാൻഡ് ലോഡ്ജ് ഉടമ സതീഷിന്റെ വാടക കെട്ടിടത്തിൽ കോസ്മോസ് ബ്യൂട്ടി തെറാപ്പി എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിലൂടെ. മോൻസനെ പിടികിട്ടാൻ ഏറെ സമയമെടുക്കുമെന്ന് സതീഷ്. 1 വർഷം വരെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങിയെന്നും സതീശൻ. പിന്നീട് ആരോടും ഒന്നും പറയാതെ മോൻസൺ മുങ്ങി. വാടക ചോദിച്ചെത്തിയപ്പോൾ വ്യാജ റൈഡോ വാച്ച് നൽകി കബളിപ്പിച്ചെന്നും ലോഡ്ജുടമ. മോൻസൺ അധികം സംസാരിക്കാത്ത ആളെന്നും സതീശൻ. വിദേശ ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ മോൻസൺ ഒട്ടും അറിയില്ലായിരുന്നു. മോൻസനെ കുറിച്ച് സംശയങ്ങളുടെ ലോകത്തേക്ക് ഒരാൾ കടന്നാൽ അതിവിദഗ്ധമായി അതിനെ മറികടക്കുമെന്നും വെളിപ്പെടുത്തി. മോൻസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിലൂടെ ഗൾഫിലെ വമ്പൻ വ്യവസായ സാമ്രാജ്യവും ആജീവനാന്ത സമ്പാദ്യങ്ങളും നഷ്ടമായെന്ന് പ്രവാസിയായ ഷാനി. മോൻസൺ അറസ്റ്റിലായതോടെ ജീവനു ഭീഷണിയുണ്ട്. അനൂപ് മുഹമ്മദ് അടക്കമുള്ളവരിലേക്ക് മോൻസൺ എത്തിയത് താൻ വഴിയാണെന്നും മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ഷാനി ന്യൂസ് 18നോട്. തടയണകൾ പൊളിക്കണമെന്ന കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് PV അൻവർ. 1 മാസം സമയം നൽകിയിട്ടും കക്കാടംപൊയിലെ തടയണ പൊളിച്ചില്ല. 4 തടയണകളും പൊളിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. കലക്ടർ അനുവദിച്ച സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ തടയണയിലെ വെള്ളം മാത്രം തുറന്നുവിട്ട അൻവർ. തടയണ പൊളിക്കാനാകാത്തതിനാൽ നടപടി സ്വീകരിക്കാനൊരുങ്ങി കൂടരഞ്ഞി പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കും.
മംഗളൂരു ക്രഷർ തട്ടിപ്പ് കേസിൽ PV അൻവർ വഞ്ചന നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. പണം വാങ്ങിയ സമയത്ത് അൻവറിന്റെ പേരിൽ മംഗലാപുരത്ത് സ്ഥലമോ വസ്തുവകകളോ ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ട് PV അൻവറുമായി ഇടപാട് നടത്തിയ കാസർഗോഡ് സ്വദേശി K ഇബ്രാഹിമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ക്രഷറിൽ പങ്കാളിത്തവും ലാഭവിഹിതവും നൽകാമെന്ന് പറഞ്ഞ് PV അൻവർ 50 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും പരാതി. ക്രഷർ സർക്കാരിൽ നിന്ന് പാട്ടത്തിൽ ലഭിച്ച 2 ഏക്കറോളം ഭൂമിയിലാണെന്നും അതിന്റെ പാട്ടക്കാരൻ മാത്രമാണ് അൻവറിന് കൈമാറിയതെന്നും ഇബ്രാഹിമിന്റെ മൊഴി. ഇതിനോടൊപ്പം ക്രഷറിനോട് ചേർന്ന് സ്വന്തം ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ ഭൂമിയും കൊറിഞ്ചയിലെ 1.5 ഏക്കർ ഭൂമിയും കൈമാറിയെന്നും പരാതിക്കാരൻ. ബന്ധുനിയമന കേസിൽ KT ജലീലിന് തിരിച്ചടി. ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. തള്ളുമെന്ന സാഹചര്യം ഹർജി പിൻവലിച്ച് ജലീൽ ഹർജി സമർപ്പിച്ചിരുന്നത് ലോകായുക്ത ഉത്തരവിനെതിരെ. അത് ശരിവെച്ച ഹൈക്കോടതി നടപടിയെയും ചോദ്യം ചെയ്തു. ഗതാഗതം തടഞ്ഞ് കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. പരാമർശം കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ സമരം നടത്താൻ അനുവദിക്കണമെന്ന ഹർജി പരിഗണിക്കവേ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, എന്നാൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തടയാനാകില്ലെന്നും സുപ്രീം കോടതി. കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന അബ്ദുൽ നാസർ മദനിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നടപടി കർണാടക സർക്കാരിന്റെ എതിർപ്പിനെ തുടർന്ന് കേസ് വിചാരണാഘട്ടത്തിലാണെന്നും ചില സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്നും കർണാടക സർക്കാർ കോടതി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ വിചാരണയ്ക്ക് ഹാജരായി സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി. ഹാജരായത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിൽ. പീഡന വിവരം കർദിനാളിനെ അറിയിച്ചുവെന്നാണ് കന്യാസ്ത്രീ പോലീസിന് നൽകിയ മൊഴി. ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇരയുടെ സ്വകാര്യത മാനിച്ച് കോടതിയിൽ നടക്കുന്നത് രഹസ്യ വിചാരണ. വിചാരണ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. സഭയിലെ ബിഷപ്പുമാരും വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ സാക്ഷിപ്പട്ടികയിൽ. മുൻ ചീഫ് സെക്രട്ടറി CP നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. തിരുവനന്തപുരം കുറുവൻകോണത്തെ വസതിയിൽ രാവിലെ 9:30 അന്ത്യം. സംസ്കാരം നാളെ 11-ന് ശാന്തി കവാടത്തിൽ. കോവിഡ് മരണനഷ്ടപരിഹാരത്തിന് ഓൺലൈനായും നേരിട്ടും അപേക്ഷിക്കാമെന്ന് ആരോഗ്യമന്ത്രി. ഒരാളും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല. പരാതികളുണ്ടെങ്കിൽ അപ്പീൽ നൽകാനുള്ള അവസരമുണ്ടാകുമെന്നും മന്ത്രി. ന്യൂമോണിയയെ പ്രതിരോധിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു വാക്സിൻ കൂടി. ന്യൂമോകോക്കസ് എന്ന രോഗാണു പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് നൽകുക. പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആദ്യ മാസം 40,000 കുഞ്ഞുങ്ങൾക്കും 1 വർഷം കൊണ്ട് 4.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകും. അടുത്ത വാക്സിനേഷൻ ദിനം മുതൽ എല്ലാ ജില്ലകളിലും വാക്സിൻ ലഭ്യമാകും. 1.5 മാസം പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ വാക്സിന്റെ ആദ്യ ഡോസ് എടുക്കാനുള്ള ഉയർന്ന പ്രായപരിധി 1 വയസ്സാണ്. 1.5 മാസത്തെ ആദ്യ ഡോസിന് ശേഷം 3.5 മാസം, 9 മാസം എന്നിങ്ങനെ വാക്സിൻ നൽകണം. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖയ്ക്കായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തും. തുടർന്ന് മേയർമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗം ചേരും. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാലാം തീയതി വരെ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കാലവർഷം അവസാനിക്കുമ്പോൾ സംസ്ഥാനത്ത് ലഭിച്ചത് സാധാരണ ലഭിക്കേണ്ടതിലും 16% കുറവ് മഴ. ഇത്തവണ ലഭിച്ചത് 1718.8 മില്ലിമീറ്റർ മഴ. ഔദ്യോഗിക കണക്കെടുപ്പ് അവസാനിച്ചെങ്കിലും കാലവർഷം പിൻവാങ്ങാൻ ഒരാഴ്ച കൂടി സമയമുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. 2287.9 മില്ലിമീറ്റർ മഴ ലഭിച്ച കോഴിക്കോട് 2ാം സ്ഥാനത്ത്. ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലാണ്. ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മാത്രം. വിവിധ കോളേജുകളിൽ അസോസിയേറ്റ് പ്രൊഫസർമാരായി ജോലി ചെയ്യുന്ന PhD ഇല്ലാത്ത നിരവധി അധ്യാപകർ. യോഗ്യതകളിൽ ഇളവ് വരുത്തി അധ്യാപകർ സ്ഥാനക്കയറ്റം നേടിയെടുത്തത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് ആക്ഷേപം. മൂല്യനിർണ്ണയത്തിൽ വീഴ്ച വരുത്തുന്ന അധ്യാപകർക്കെതിരെ പിഴ അടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന പ്രമേയം സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിക്കാൻ സർവകലാശാല തീരുമാനം. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 961 അധ്യാപകർ അയോഗ്യരെന്ന് CAG റിപ്പോർട്ട് CAG സംസ്ഥാന സർക്കാരിന് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് സർവകലാശാലയുടെ നിർദ്ദേശം.
തിരുവനന്തപുരം പേയാട് വൻ കഞ്ചാവ് വേട്ട 187 കിലോ കഞ്ചാവ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് കടത്തിയത്. പേയാട് സ്വദേശികളായ അനീഷ്, സജി എന്നിവർ അറസ്റ്റിൽ. മലപ്പുറം വാഴക്കാട് ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് അനന്തായൂർ ഇളം പിലാറ്റാശ്ശേരി ഷാക്കിറ. ഭർത്താവ് ഷമീറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊലപാതകം ഇന്ന് പുലർച്ചെ 1:30. ഷാക്കിറയെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്നാണ് പ്രാഥമിക വിവരം. കുട്ടികൾക്ക് മുമ്പിൽ വച്ചായിരുന്നു കൊലപാതകം. ഇവർ തമ്മിൽ വഴക്ക് സ്ഥിരമായിരുന്നു. ഭാര്യയെ താൻ തന്നെയാണ് കൊന്നത് എന്നുള്ള ഷമീറിന്റെ ശബ്ദ സന്ദേശം സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കും. UDF ഭരിക്കുന്ന കോട്ടയം നെടുങ്കുന്നം റൂറൽ ഹൌസിംഗ് സഹകരണ സംഘത്തിലെ 1 കോടിയിലധികം രൂപയുടെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ക്രമക്കേട് വ്യക്തമായത് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ പരിശോധനയിൽ. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകി. കോഴിക്കോട് കൊടുവള്ളി കാവിൽമാരത്ത് വൃദ്ധൻ പട്ടിണി മൂലം മരിച്ചെന്ന പ്രചാരണത്തിനെതിരെ കുടുംബം. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണെന്ന് മകൻ ഭാസ്കരൻ. പട്ടികജാതിക്കാരനായ ചാത്തുണ്ണി മരിച്ചത് പട്ടിണി മൂലമാണെന്ന് BJP പ്രചാരണത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. വാദം രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് നാട്ടുകാർ. കോഴിക്കോട് പോലൂരിലെ വീടിനുള്ളിൽ നിന്ന് അസാധാരണ ശബ്ദം കേൾക്കാൻ കാരണം ഭൂമിക്കടിയിലെ മർദ്ദ വ്യത്യാസമാകാമെന്ന് പ്രാഥമിക നിഗമനം. മേഖലയിൽ സന്ദർശനം നടത്തിയ വിദഗ്ധ സംഘത്തിന്റേതാണ് കണ്ടെത്തൽ. ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും സംഘത്തലവൻ ഡോക്ടർ G. ശങ്കർ ന്യൂസ് 18നോട്. പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും വീടും സമീപ പ്രദേശങ്ങളും പരിശോധിച്ച ശേഷം സംഘം അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. 2 ദിവസത്തിനകം പഠന റിപ്പോർട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറും. 15 വർഷം മുൻപ് കോഴിക്കോട് കോട്ടൂളിയിലും സമാന പ്രതിഭാസം അനുഭവപ്പെട്ടിരുന്നു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് രാജിവെച്ച നവജോത് സിംഗ് സിദ്ധുവിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുന്നു. അഡ്വക്കേറ്റ് ജനറൽ അമർപ്രീത് സിംഗ് ഡിയോളിനെ തൽസ്ഥാനത്തു നിന്ന് മാറ്റിയേക്കും. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കും. DGPയെ തെരഞ്ഞെടുക്കാനുള്ള 10 IPS ഉദ്യോഗസ്ഥരുടെ പാനൽ UPSCക്ക് വിട്ടു. കോൺഗ്രസ് വിട്ട അമരീന്ദർ സിംഗ് ഭാവി പരിപാടികൾ ഉടൻ പ്രഖ്യാപിച്ചേക്കും. അവിശ്വാസ പ്രമേയത്തിന് അമരീന്ദർ അനുകൂലികളുടെ സമ്മർദ്ദം. നിലവിലെ സാഹചര്യത്തിൽ അമരീന്ദറിനെ എത്ര പേർ പിന്തുണയ്ക്കുമെന്നതിൽ വ്യക്തതയില്ല. പഞ്ചാബിന് പിന്നാലെ മേഘാലയ കോൺഗ്രസിലും ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷം. മുൻ മേഘാലയ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ മുകുൾ സാങ്മയും 13 MLAമാരും തൃണമൂലിൽ ചേരും. മുകുൾ സാങ്മയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടു. മേഘാലയയിൽ നിലവിൽ കോൺഗ്രസിനുള്ളത് 17 MLAമാർ. ജൻപഥും കടന്ന് കോൺഗ്രസിലെ കലാപം പടരുന്നു. നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത്. ശശി തരൂർ, ആനന്ദ് ശർമ്മ, ഗുലാം നബി ആസാദ്, മനീഷ് തിവാരി എന്നിവർക്ക് പിന്നാലെ വിമർശനവുമായി P. ചിദംബരം. നേതൃത്വത്തിനോട് സംവദിക്കാൻ സാധിക്കുന്നില്ലെന്ന് P. ചിദംബരം. നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട സാഹചര്യമാണിപ്പോൾ. കപിൽ സിബലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിഷമിക്കുന്നതായും ചിദംബരം. കടക്കണിയിൽ പ്രതിസന്ധിയിലായ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് ലഭിച്ചേക്കും. എയർ ഇന്ത്യ വാങ്ങാനുള്ള ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്തത് ടാറ്റ ഗ്രൂപ്പാണ്. ലേലത്തുക വാഗ്ദാനം ചെയ്തത് സ്പൈസ് ജെറ്റും. ടാറ്റ ഗ്രൂപ്പ് നൽകിയത് സ്പൈസ് ജെറ്റിനേക്കാൾ 5000 കോടി രൂപ അധികമെന്ന് വാഗ്ദാനം. എയർ ഇന്ത്യ വിൽപ്പനയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതി യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടെ 100% ഓഹരിയും വിൽക്കാൻ കേന്ദ്ര പദ്ധതി. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ എയർ ഇന്ത്യ സാറ്റ്സ് എയർപോർട്ട് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ 50% ഓഹരിയും സർക്കാർ വിൽക്കും. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. ഡീസൽ ലിറ്ററിന് 31 പൈസയും പെട്രോൾ ലിറ്ററിന് 25 പൈസയും കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോൾ വില 104 രൂപ 13 പൈസ, ഡീസൽ വില 97 രൂപ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. കുണ്ടറ, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചന നൽകി CPM. കൊല്ലത്തെ 3 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് വിശദീകരണം തേടിയത് മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവ് തുളസീധര കുറുപ്പ്, PR വസന്തൻ, NS പ്രസന്നകുമാർ എന്നിവരിൽ നിന്ന്. കുണ്ടറ ഏരിയ സെക്രട്ടറി SL സജികുമാർ, കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി ബാലചന്ദ്രൻ,
ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ എന്നിവരും വിശദീകരണം നൽകണം. സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ നേതൃയോഗങ്ങളിലാണ് തീരുമാനം. കുണ്ടറയിലെ പ്രചാരണം പാർട്ടിയിൽ നിന്ന് ഹൈജാക്ക് ചെയ്തു എന്നാണ് തുളസീധര കുറുപ്പിന് എതിരായ ആരോപണം. നേതാക്കളുടെ വിശദീകരണം ലഭിച്ച ശേഷം നടപടി പ്രഖ്യാപിക്കും. CPM ബ്രാഞ്ച് സമ്മേളനത്തിനെത്തിയ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. സംഭവം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ചെമ്പൻ പൊയ്ക ബ്രാഞ്ച് സമ്മേളനത്തിന് മുൻപ്. കൊല്ലം ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി ഒരു വിഭാഗം പ്രവർത്തകർ. തർക്കം അംഗത്വമില്ലാത്ത 2 പേർ സമ്മേളനത്തിനെത്തിയതിനെ ചൊല്ലി. കയ്യാങ്കളിക്കിടെ ഒരു പ്രവർത്തകൻ കത്തിയെടുത്ത് തർക്കത്തെ തുടർന്ന് സമ്മേളനം നിർത്തിവെച്ചു. പാലക്കാട് എലപ്പുള്ളി പേട്ട CPM ബ്രാഞ്ച് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെച്ചു. പാർട്ടി അംഗങ്ങളല്ലാത്തവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെയും സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതാണ് തർക്കത്തിന് കാരണം. ലോക്കൽ സെക്രട്ടറിക്കെതിരെ ബ്രാഞ്ച് അംഗങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകി. പാർട്ടി സമ്മേളനത്തിന് വേദിയാകുന്ന കണ്ണൂരിൽ CPM ലോക്കൽ സമ്മേളനങ്ങൾ നാളെ ആരംഭിക്കും. 237 ലോക്കൽ സമ്മേളനങ്ങൾക്കാണ് നാളെ തുടക്കമാവുക. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏറിയ പങ്കും പൂർത്തിയായി. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 60ഓളം എണ്ണം കോവിഡ് പ്രതിസന്ധി മൂലം മാറ്റിവെച്ചു. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നു കേട്ടത് പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. പരിയാരം മെഡിക്കൽ കോളേജ് കൂടുതൽ രോഗി സൗഹൃദമാകണമെന്നും സമ്മേളനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യമായി മുന്നോട്ടു പോകാൻ നടപടി വേണമെന്നും നിർദ്ദേശം ചർച്ചയായി. ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻകാലത്തേക്കാൾ കൂടുതൽ വനിതകളും യുവാക്കളും പിന്നോക്ക വിഭാഗത്തിലുള്ളവരും തെരഞ്ഞെടുക്കപ്പെട്ടതായി പാർട്ടി ജില്ലാ നേതൃത്വം. ഏരിയ സമ്മേളനങ്ങൾ നവംബറിൽ പൂർത്തിയാക്കും. ജില്ലാ സമ്മേളനം ഡിസംബർ 10 മുതൽ 12 വരെ എരിപുരത്ത് നടക്കും. വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റ് P. സതീദേവി. ചുമതലയേൽക്കൽ രാവിലെ തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷൻ ആസ്ഥാനത്തെത്തി. CPM സംസ്ഥാന സമിതി അംഗമാണ് സതീദേവി. സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് P. സതീദേവി. നിഷ്പക്ഷമായി നീതിപരമായി ഏത് സ്ത്രീക്കും പരിഗണന നൽകും. ആരോടും വിവേചനം കാണിക്കില്ലെന്നും പ്രതികരണം. ഹരിത വിഷയത്തിൽ പരാതി വനിതാ കമ്മീഷന്റെ പരിഗണനയിലാണെന്ന് P. സതീദേവി. വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. കോൺഗ്രസിന്റെ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് വരുന്നു. ജയ്ഹിന്ദ് TV, വീക്ഷണം, രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ സ്ഥാപനങ്ങളിലാണ് ഓഡിറ്റ്. സ്ഥാപനങ്ങളിലെ ബാധ്യതാ കണക്ക് ഓഡിറ്റിലൂടെ വിലയിരുത്തും. പാർട്ടി സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിയാൻ രമേശ് ചെന്നിത്തല നൽകിയ കത്ത് ഓഡിറ്റിന് ശേഷം പരിഗണിക്കും. മുസ്ലിം ലീഗിന്റെ നിർണായക പ്രവർത്തക സമിതി യോഗം നാളെ മഞ്ചേരിയിൽ ചേരും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മുഖ്യ അജണ്ട. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ, പ്രവർത്തന രൂപരേഖ തുടങ്ങിയ ചർച്ചകൾക്കും സാധ്യത. ലീഗിനെ പിടിച്ചു കുലുക്കിയ സമകാലിക സംഭവങ്ങളും യോഗത്തിൽ ഉയർന്നേക്കും. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി പണം തിരിമറിയിൽ സമരം ശക്തമാക്കി BJP. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരാൻ തീരുമാനം. സമരം നടത്തുന്ന BJP കൌൺസിലർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി V. മുരളീധരനും കുമ്മനം രാജശേഖരനും. തിരുവനന്തപുരം നഗരസഭയിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. നഗരസഭയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തടഞ്ഞു പോലീസ്. IPL-ൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ദുബായിൽ. പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്കും 6ാം സ്ഥാനത്തുള്ള പഞ്ചാബിനും ജയം അനിവാര്യം. ക്രിസ് ഗെയിൽ IPL-ൽ തുടർന്നുള്ള മത്സരങ്ങൾ കളിക്കില്ല. പിന്മാറ്റം ബയോ ബബിൾ ദുഷ്കരമെന്ന കാരണത്താൽ 2020 ലോകകപ്പിന് മാനസികമായി കരുത്താർജിക്കാനാണ് പിന്മാറ്റമെന്ന് ഗെയിൽ. സീസൺ 2ാം ഘട്ടത്തിൽ 2 മത്സരങ്ങൾ മാത്രം കളിച്ച ഗെയിൽ നേടിയത് 15 റൺസ് മാത്രം. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരം MK സാനുവിനും M. ലീലാവതിക്കും. 25,000 രൂപ വീതവും ശില്പവും പ്രശസ്തിപത്രവും പൊന്നാടയുമാണ് പുരസ്കാരം. ഡോക്ടർ PV കൃഷ്ണൻ നായർ ചെയർമാനും പ്രൊഫസർ M. തോമസ് മാത്യു, ഡോക്ടർ K. സരസ്വതി, K. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ VC സുപ്രിയ എന്നിവരായിരുന്നു വിധി നിർണയ അംഗങ്ങൾ. പുരസ്കാരം ഡിസംബർ 2-ന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സമർപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായരും സെക്രട്ടറി അപർണ ബാലകൃഷ്ണനും അറിയിച്ചു. കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ ഹാർട്ട് ഫെയിലിയർ കൈകാര്യം ചെയ്യാൻ മാത്രമായി പ്രത്യേക യൂണിറ്റ് ആരംഭിച്ചു. ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷൻ ആശുപത്രി പുറത്തിറക്കി.
ഹൃദയദിനത്തോടനുബന്ധിച്ച് കിംസ് ഹെൽത്ത് യോഗ പരിശീലനം സംഘടിപ്പിച്ചു. വെൺപാലവട്ടത്തും ടർഫിലായിരുന്നു ചടങ്ങ്. ഋഷിരാജ് സിംഗ്, ഡോക്ടർ ജി വിജയരാഘവൻ, ഡോക്ടർ രമേശ് നടരാജൻ, ഡോക്ടർ ഷാജി പാലങ്ങാടൻ, ഡോക്ടർ പ്രവീൺ SV എന്നിവർ നേതൃത്വം നൽകി. JCIയുമായി ചേർന്നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.